ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടും നമ്മുടെ കണ്ണൂർ സാവോയ് റെസ്റ്റോറൻറ്റിലുള്ള നമ്മുടെ പുതിയ ഫുഡ് ഫെസ്റ്റിവൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. 10, 11, 12 തീയതികളിലാണ് ഇവിടെ നമ്മുടെ കണ്ണൂർ സാവോയ് റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ആബിദ റഷീദ് ഖായുടെ ആബിദ് താത്ത, എല്ലാവരും കോഴിക്കോടുകാരുടെ സ്വന്തം ആബിദ് താത്തയുടെ ഫുഡ് ഫെസ്റ്റിവൽ ഉള്ളതും. അപ്പം അതിൻ്റെ പേര് മലബാറി മാപ്പിള ഫുഡ് ഫെസ്റ്റ് 24 എന്നാണ് സാവോയ് റെസ്റ്റോറൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലാണെങ്കിൽ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. തികച്ചും നമ്മുടെ നല്ല കോഴിക്കോട് സ്റ്റൈൽ ഫുഡാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇവിടെ ഈ ഫുഡ് ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ മലബാറി മാപ്പിള ഫുഡ് ഫെസ്റ്റ് സാവോയിൽ മെയ് 2024 10, 11, 12 തീയതികളിൽ കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ ആബിദ റഷീദ്, നമ്മുടെ ഹോം ഷെഫ് എന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ എല്ലാ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന നമ്മുടെ ആബിദ റഷീദിൻ്റെ മലബാറി മാപ്പിള ഫുഡ് ഫെസ്റ്റാണ് ഞാൻ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇന്നലെ മഴ പെയ്തുകൊണ്ട് ശരിക്കും കുറച്ച് ഇന്നലെ ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. ബാക്കി എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പം എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആബിദ റഷീദ് ഖായുടെ മെയിനായിട്ടുള്ള ആബിദ് താത്തയുടെ നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് മട്ടൺ സ്റ്റൂ ഉണ്ട്, കോഴി റോസ്റ്റ് ഉണ്ട്, ബീഫ് കക്കത്തിലുണ്ട്, ചെമ്മീൻ മാങ്ങാക്കറിയുണ്ട്, മാങ്ങ സ്വീറ്റ് ആൻഡ് സോർ കറിയുണ്ട്, വെണ്ടയ്ക്ക വറുത്തരച്ചതുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, വെജ് ബിരിയാണി ഉണ്ട്, അതുപോലെ സീ ഫുഡ് ഒരു കോംബോ ഉണ്ട്, സീ ഫുഡ് കോംബോ ഉണ്ട്, അതുപോലെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, പിന്നെ പുഡിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ ഗ്രീൻ സലാഡ്, നോൺ വെജ് സലാഡ്, ഗ്രീൻ മാംഗോ, ഒറോട്ടി, സിൽക്കോൺ പൊറോട്ട, കേരള പൊറോട്ട, ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ഫുഡ് ഫെസ്റ്റിവലിൽ മെയിനായിട്ടുള്ളത്. അപ്പം ശരിക്കും ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് എന്തായാലും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഫെസ്റ്റിവൽ തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് 4 ഈവനിങ് ആബിദ റഷീദാണ് ഈവനിങ് 4 PM to 6 PM സ്നാക്സ് ടൈമാണ്. അതുപോലെ 7 PM to 11 PM ബഫറ്റ് ഡിന്നറാണ്. പിന്നെ നമുക്കിവിടെ വന്ന് ആബിദ് ഖാനെ നേരിട്ട് കാണാൻ പറ്റും. അപ്പം ഇതിന് നമുക്ക് മെനുവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മെനു: മട്ടൺ സ്റ്റൂ, കോഴി റോസ്റ്റ്, ബീഫ് കക്കത്തിൽ, ചെമ്മീൻ മാങ്ങാക്കറി, ഗ്രീൻ മാംഗോ, വെജ് സലാഡ്, നോൺ വെജ് സലാഡ്, ഒറോട്ടി, സിൽക്കോൺ പൊറോട്ട, കേരള പൊറോട്ട, വെണ്ടയ്ക്ക വറുത്തരച്ച്, ചിക്കൻ ബിരിയാണി, വെജ് ബിരിയാണി, പുഡിങ്, ഇതൊക്കെ തന്നെ മെയിനായിട്ടുള്ളത്. പിന്നെ നല്ല റഷാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ഉള്ളിലെ AC ഹോളാണ്. ഇവിടെ നല്ല ഫുള്ളാണ്, ആൾക്കാർ വന്നിരിക്കുന്നത്. ആബിദ് താത്ത അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ആബിദ് താത്തനെ കാണാനും കോഴിക്കോട് ആബിദ് താത്തനെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു അവസരമാണിത്. അപ്പോൾ ഇതാണ് അവിടുത്തെ നമ്മുടെ ചെമ്മീൻ മാങ്ങാക്കറി. ശരിക്കും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. പിന്നെ നമ്മുടെ സിലിക്കോൺ പൊറോട്ട, അതുപോലെ തന്നെ ചെമ്മീൻ മാങ്ങാക്കറി, ഇത് ഇവിടുത്തെ ആബിദ് താത്തയുടെ സ്പെഷ്യൽ ബിരിയാണി. ഒരു സ്പെഷ്യൽ ബിരിയാണി ഫ്ലേവറാണ്. നല്ല വലിയ സ്പൈസിയും കാര്യങ്ങളൊന്നും നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ലൊരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അതുപോലെ ഇത് കോഴി റോസ്റ്റ് ആയിരുന്നു. അത് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തത്. എന്തിനും എല്ലാത്തിനും ഒരു നാച്ചുറൽ ഹോം ഫുഡ് ടേസ്റ്റാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നവർക്കും എന്താണെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇത്. ഇവിടെ ഈ ബിരിയാണി എന്താണെങ്കിലും ട്രൈ ചെയ്യണം, ഒരു വെറൈറ്റി തന്നെയാണ്. പിന്നീട് ബീഫ് ഐറ്റംസ് ഉണ്ട്, മട്ടൺ സ്റ്റൂ ഉണ്ട്, ബീഫ് കക്കത്തിലുണ്ട്, അതൊരു ഡ്രൈ ഐറ്റമാണ്. ഇതാണ് ബീഫ്. ഇത് ശരിക്കും ഒരു ദം ബിരിയാണിയാണ്. നല്ല കിടിലം മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുള്ള ശരിക്കും നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ചിക്കൻ ബിരിയാണി തന്നെയാണ്. ചിക്കൻ ബിരിയാണി ലവേഴ്സ് എന്താണല്ലോ ഈ ആബിദ് താത്തയുടെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യണം. ഇത് അവരുടെ കോഴി റോസ്റ്റാണ്. പിന്നെ സിലിക്കോൺ പൊറോട്ട ഉണ്ടായിരുന്നു. ഇത് ചെമ്മീൻ മാങ്ങാക്കറി. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തത്. ചെമ്മീൻ മാങ്ങാക്കറിയൊക്കെ ഒരു ഹോം മെയ്ഡ് ഫുഡിൻ്റെ ടേസ്റ്റാണ്. ഒരു ഇൻഗ്രീഡിയൻസ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു നല്ലൊരു ഹോംലി ഫുഡിൻ്റെ ഫീൽ നമുക്ക് കിട്ടും. സോ കണ്ണൂരുള്ളവർ നേരെ നമ്മുടെ സാവോയ് ഫുഡ് ഫെസ്റ്റിലേക്ക് വിട്ടോളൂ. ഇന്നും കൂടെ ഉണ്ട് ഞായറാഴ്ച. അപ്പം ശരിക്കും മസ്റ്റായിട്ട് എൻജോയ് കഴിക്കേണ്ട ഒരു ഫുഡ് ഫെസ്റ്റിവൽ തന്നെയാണ്. ശരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മൾ ആബിദ് താത്തനെ പരിചയപ്പെടാനും ആബിദ റഷീദ് ഖാനെ താത്താനെ പരിചയപ്പെടാനും ഉള്ളൊരു നല്ലൊരു അവസരം കൂടിയാണിത്. അത്ര ഫ്രീ ആയിട്ട് സംസാരിക്കുകയും അവിടെ നമ്മൾ ഫുൾ ടൈം ഇവിടെ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു വ്യക്തിത്വമാണ്. അവരുടെ കൈപ്പുണ്യം നമുക്ക് ശരിക്കും അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്കും നല്ലൊരു ആളാണ്. അപ്പം എല്ലാവരും പോവുക, ഫുഡ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ കണ്ണൂർ സാവോയ് ഹോട്ടലിലാണ് മലബാറി ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്.